തിരുശബ്ദം മീഡിയയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ അഭിവാദനം. BC 9-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ഇസ്രായേലിൻ്റെ മതരാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു എലീശ പ്രവാചകൻ. ഫലഭൂയിഷ്ഠമായ യോർദാൻ താഴ്വരയിലെ ആബേൽ മെഹോലയിൽ നിന്നുള്ള മഹാധനികനായ സാഫാത്തിൻ്റെ മകനായിരുന്ന ഇദ്ദേഹം അപാര സമർപ്പണത്തിൻ്റെ ഉദാത്ത മാതൃകയായിരുന്നതായി വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നു. രാജാക്കന്മാർ 1-ാം പുസ്തകം 19-ാം അധ്യായം 19-ാം വാക്യം. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിൻ്റെ മകനായ എലീശായെ കണ്ടെത്തി. അവൻ 12 ഏർ കാള പൂട്ടി ഒഴിവിച്ചുകൊണ്ടിരുന്നു. 12-ാമത്തേതിനോടുകൂടെ താൻ തന്നെ ആയിരുന്നു. ഏലിയാവ് അവൻ്റെ അരികെ ചെന്ന് തൻ്റെ പുതപ്പ് അവൻ്റെ മേൽ ഇട്ടു. കർഷക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവനാണ് ശുശ്രൂഷ നിയോഗം ലഭിച്ചത്. ഏലിയ പ്രവാചകൻ്റെ പുതപ്പ് എലീശയുടെ മേൽ ഇട്ട് ശുശ്രൂഷയ്ക്കായി വേർപ്പെടുന്നതിന് മുൻപുള്ള എടുത്തു ശ്രദ്ധിക്കുക. 12-ാമത്തേതിനോടുകൂടെ താൻ തന്നെ ആയിരുന്നു. പ്രിയ ദൈവ പൈതലേ, ആത്മീയ ജീവിതത്തിൽ സമർപ്പണത്തിന് മുഖ്യസ്ഥാനമുണ്ട്. ശുശ്രൂഷയിലും തഥൈവ. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സമർപ്പണമില്ലാത്ത വിശ്വാസികളുടെയും ശുശ്രൂഷകന്മാരുടെയും നീണ്ട നിരയാണ്. ആത്മീയ രംഗത്ത് പ്രശോഭിക്കണമെങ്കിൽ സമർപ്പണം അനിവാര്യമാണ്. എലീശ പ്രവാചകൻ്റെ ജീവിതവും ശുശ്രൂഷകളും അതിന് മതിയായ തെളിവാണ്. പ്രിയരെ, ദൈവവചനം കാതുകളിൽ മുഴങ്ങുമ്പോൾ നമ്മുടെ സമർപ്പണം എങ്ങനെ എന്നൊരു വിലയിരുത്തൽ ഉണ്ടാകട്ടെ. സ്വർഗം സകലരെയും സഹായിക്കട്ടെ. അവിടുത്തെ പവിത്രനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.